ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാബർ മീഡിയ. ക്യാബർ മീഡിയയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരാമയിലാണ്. ദുബായിലുള്ള കരാമയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഏരിയ ആണ് കരാമ എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ എല്ലാം ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ മലയാളീസിൻ്റെ പാചകങ്ങളാണെങ്കിലും മാതാവിൻ്റെ ചായക്കടയാണെങ്കിലും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ നമുക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മളിവിടെ വന്നതാണ്. കരാമയെ വന്നിട്ട് നല്ലൊരു പാകിസ്ഥാനി ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാം ഒരേ സ്വയത്തിൽ പറയുന്നൊരു പേരാണ് നമ്മുടെ കറാച്ചി ദർബാർ. നമ്മുടെ കൂടെ നമ്മുടെ രാജുവും നമ്മുടെ സെബിനും ഉണ്ട്. അവരകത്തുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് അകത്ത് കുറേ കാഴ്ചകളും കൂട്ടത്തിൽ നമുക്ക് ഫുഡ് ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റുകളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സെബിനും രാജുവും ഓൾറെഡി സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വെറൈറ്റി ഡിഷുകളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഏതൊക്കെ ഡിഷാണെന്നൊന്ന് ചോദിച്ചു നോക്കാം. മട്ടൻ കബാബ് കരായി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ചിക്കൻ ടിക്ക കടായി, പിന്നെ പാകിസ്ഥാനി തന്തൂർ റൊട്ടി പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനി തന്തൂർ റൊട്ടി, പിന്നെന്താ പറഞ്ഞ ബിരിയാണി റൈസ്, ഒരു ബിരിയാണി റൈസും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള 2-3 ഡിഷാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ റിസപ്ഷനിൽ നമുക്കറിയാവുന്ന ഒരു ഇക്കാനുള്ളത്. അദ്ദേഹം മലബാർ സൈഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ നല്ല ഡിഷുകൾ പറഞ്ഞപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്ത പേരുകളിലൊന്നാണിത്. ये पाकिस्तानी डिश स्पेशल कराची टिक्का कढ़ाई है, ये स्पेशल कबाब कढ़ाई है, ये आपके लिए स्पेशल राइस. ओके, ये ब्रेड पाकिस्तानी ब्रेड है, ये रायता, सलाद, वाटर. ओके, थैंक यू वेरी मच. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം റൊട്ടി എടുത്ത് ഒന്ന് ട്രൈ ചെയ്യാം. കടായി ചിക്കനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. ആദ്യം ഗ്രേവി മാത്രം എടുത്ത് കൂട്ടി നോക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമ്മുടെ സാധാരണ മസാലയായിട്ട്, നമ്മുടെ നാട്ടിലെ മസാല ടേസ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് പ്രത്യേക ടേസ്റ്റാണ്, നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇനി നമുക്ക് പീസ് ഒന്ന് എടുത്ത് വെച്ചാൽ പീസ് മാത്രമായിട്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ചിക്കനാണ്. അടിപൊളിയായിട്ടോ, ഒന്നും പറയാനില്ല. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മസൂദി ആയിപ്പോൾ അല്ല. അപ്പോൾ മട്ടൻ കബാബ് കജാഹി എന്ന് പറഞ്ഞൊരു ഡിഷാണിത്. ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ട്രൈ ചെയ്ത പോലെ തന്നെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഇരിക്കുമെങ്കിലും ടേസ്റ്റ് എന്തായാലും ഡിഫറെൻ്റ് അല്ല. കബാബ് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. കബാബ് നല്ല സൂപ്പറാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. ചുരുക്കുന്ന സാധനം. ഒന്നാമത് പ്രിപ്പറേഷൻ കബാബ് ആ ഗ്രേവിയിൽ ഇങ്ങനെ മുങ്ങിക്കിടന്നിട്ട് അത് കഴിക്കുമ്പോഴത്തേനും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇനി റൈസ് ഒന്ന് ടേസ്റ്റ് നോക്കാം. ഇത് നമ്മൾ ആദ്യം ബിരിയാണി റൈസാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇക്ക വന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. ഓക്കെ, റൈസ് മാത്രമായിട്ടും ടേസ്റ്റ് നോക്കാം. ഷെസ്വാൻ റൈസ്. ഇതിന് കറിയിടുന്ന ആവശ്യമില്ല, അതില്ലാണ്ട് വേണം ചുമ്മാ കഴിക്കാൻ. കാരണം ഇതിനകത്ത് ഇത് മിക്സഡ് ആണെന്ന് തോന്നുന്നില്ല. ഈ ആവശ്യമില്ലേ, അത് മിക്സഡ് ആവശ്യമായിരിക്കും ഫ്രൈഡ് റൈസ്. ചിക്കൻ്റെ ഈ പീസൊക്കെ വലിയ പീസാണ് കിടക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പാകിസ്ഥാൻ ഷെസ്വാൻ പ്രിപ്പറേഷൻ അത് തോന്നുന്നുണ്ട്. അടിപൊളി. റൈത്ത ഇത് കഴിക്കാൻ റൈത്താടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കഴിക്കാന്നേ ഉള്ളൂ. റൈത്തയും ഈ റൈസ് കൊണ്ടും വേണം മാത്രം കഴിക്കാൻ കേട്ടോ. നമ്മുടെ മട്ടൻ കബാബും കുറച്ച് റൈസ് കൂടെ കൂട്ടി കഴിച്ചു നോക്കാം. ഇത് ടേസ്റ്റാണ്.
ഇതിലൂടെ ചെയ്യുമ്പോൾ വേറെ ടേസ്റ്റ് കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. മട്ടൺ കബാബ് കരായി റൊട്ടിയും കൊള്ളാം, സൂപ്പർ ടേസ്റ്റാണ്. രണ്ടും പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്ത് രണ്ടും ഒരേപോലെ ഇരിക്കുന്നു, പക്ഷെ രണ്ടും രണ്ട് വ്യത്യസ്ത രുചിയാണ്. കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ? എനിക്ക് മട്ടനാണ് ഇഷ്ടപ്പെട്ടത്. ആ കബാബ് ഗ്രേവിയിലൊക്കെ കിടന്ന് നല്ലൊരു പിടിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യമോൻ ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മട്ടൺ കബാബ്. പ്രത്യേകം എനിക്ക് തോന്നുന്നു ഈ ഗ്രേവിക്കകത്ത് മുങ്ങി കബാബ് കഴിക്കുമ്പോഴത്തേനും ആ ഒരു ടേസ്റ്റ് നമുക്ക് നാവിലറിയാൻ പറ്റും. നമ്മുടെ ഭക്ഷണമൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. രാജുക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടോയെന്ന് നോക്കിയേ. നമുക്ക് ഇവിടെ കറാച്ചി ദർബാറിൽ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു തന്നത് നമ്മുടെ അബ്ദുൽ റസാഖ് ഇക്കായാണ്. ഇക്കായിട്ട് നമുക്ക് കുറച്ച് കാര്യം ചോദിച്ച് മനസ്സിലാക്കാം. ഇക്ക ഇത് ശരിക്കും 1973 തുടങ്ങിയതല്ലേ? ഇപ്പോൾ ഈ കറാമയെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? 29 വർഷത്തോളമായിട്ടുണ്ട്. ഇക്ക ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഡിഷസ് ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മട്ടൻ പിഷോരി കടായി, ചിക്കൻ പിഷോരി കടായി, കബാബ് കടായി, ടിക്ക മസാല, പിന്നെ വെജിറ്റബിൾ ബെണ്ണി മസാല, പാലക് പനീർ, ബിരിയാണി. ഡിഷുകളുടെ ഒരു പെരുന്നാളാണ് ഇവിടെ ഉള്ളത്. എന്നാൽ നമുക്ക് 3 ഡിഷ് ട്രൈ ചെയ്യാനുള്ള സ്വീറ്റിലുള്ള രസ്മലായി ഉണ്ടല്ലേ? അയ്യോ അത് കഴിച്ചില്ല, നമ്മള് ഡെസേർട്ട് ഒന്നും കഴിച്ചില്ല. രസ്മലായി ഉണ്ട്, കീർ ഉണ്ട്, കീർ അല്ലേ? ഓക്കെ. പിന്നെ ക്യാരറ്റ് ഹൽവ. ഓക്കെ, നമുക്കിത് ഡെസേർട്സ് നമ്മൾ പറഞ്ഞില്ല, നമുക്കിത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇക്ക ഏതാണ്? ഇത് ക്യാരറ്റ് ഹൽവ. ക്യാരറ്റ് ഹൽവ അല്ലേ? ഇത് രസ്മലായി. ഇത് കീർ അല്ലേ? ഇത് പാകിസ്ഥാനിൽ പറയുന്ന കീർ, നമ്മ പറയുന്ന ഫിർണി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ക്യാരറ്റ് ഹൽവ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി. ഇതൊക്കെ ചെറിയൊരു ചൂടോടുകൂടിയാണ് ചെയ്യുന്നത്. ചൂട് അല്ലേ? സംഭവം കിടുക കേട്ടോ. ഇത് കീറാണല്ലേ? കീർ. ഞാൻ എന്തൊക്കെയാ ശരിക്കും വരുന്നത്? ഇത് റൈസ്, ബദാം, പിസ്ത, റോൾസ് ആണല്ലേ? കീർന്നല്ലേ പറഞ്ഞ പേര്? അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നിനൊന്ന് മെച്ച കേട്ടോ. ഒന്നും പറയാനില്ല, ഒന്നിനൊന്നും മെച്ചോട്ടാണ് വരുന്നത്. നമുക്ക് അടുത്തോടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇതൊന്നും കഴിച്ചു വേണ്ട കേട്ടോ, ഇഷ്ടപ്പെട്ട സാധനം. അപ്പം നമുക്ക് രസമലായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ 3 ഡെസേർട്ടിനും 3 ടേസ്റ്റ് ആട്ടോ. ഒരു പ്രതിബന്ധം പോയി ഒരെണ്ണത്തിന് പോലും. ഒക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ കൂടെ പേപ്പിച്ച് പറയുന്നതായിരിക്കും. എനിക്ക് അതിനകത്ത് 3 എണ്ണത്തിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ 3 എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 നല്ല അടിപൊളിയാണ്. അതിനകത്ത് നമ്മുടെ കീറില്ല പറഞ്ഞത് കൂടെ ഇഷ്ടപ്പെട്ടു എനിക്ക് കുറച്ചുകൂടെ. ഇവിടെ അല്ലാതെ വേറെ എവിടെയൊക്കെ ബ്രാഞ്ച്? അജ്മാൻ ബ്രാഞ്ച്, മദീന ബ്രാഞ്ച്, ഷാർജയൊക്കെ ഉള്ളതല്ലേ നമുക്ക്? ഷാർജയിൽ വേണമെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം സമ്മാൻ ഉണ്ട് അവിടെ എല്ലാം ഉണ്ട്. ഇപ്പൊ എന്റെ പുതിയൊരിടത്ത് സ്റ്റാർട്ട് ചെയ്യാൻ മത്തീന ഒന്നുണ്ട്. പിന്നെ ഒന്ന് ഇപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു സിറ്റി സെന്ററിനകത്ത്. സ്റ്റാർട്ട് ആയിട്ടില്ല ഇപ്പൊ. ഇക്ക നാട്ടിൽ എവിടെയാണ്? ഞാൻ കാസർഗോഡ്. കാസർഗോഡാണ്. ഉപ്പള. ഇവിടെ എത്ര ആളായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 2000 തൊട്ട് ഇവിടെ ഉണ്ട്. 2000 ഏപ്രിൽ. അപ്പൊ ശരിക്കും 20 വർഷമായിട്ട് ഉള്ള ഇക്കായാണ്. ഞാൻ ഇതിനും പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇക്കായി കാണുന്നത്. ഇക്ക വളരെ സന്തോഷം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം കൂടെ നിന്നിട്ട് എന്തെല്ലാം വേണമെന്ന് പറഞ്ഞ് നമ്മൾ കൂടെ നിന്ന് സർവീസുകാരാണ്. സമീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പാകിസ്ഥാനിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്പെഷ്യൽ താങ്ക്സ്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ വയറെന്ന് അറിഞ്ഞു, മനസ്സറിഞ്ഞു. നമ്മുടെ അബ്ദുൽ റസാഖിക്ക ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് സമീർ എന്നാണ് പറഞ്ഞത്. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഒന്നും പറയാനില്ല. ഈ അവസരത്തിൽ ഞാൻ അബ്ദുൽ റസാഖിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. UAE നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് കറാച്ചി ദർബാറിലെ ഫുഡ്. ഒരുപാടടുത്ത് ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. എവിടെ പോയാലും ഈ സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോ കാണുന്നവരെ സീ യു സൂൺ. ബൈ.